അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ലോക മുസ്ലിമീങ്ങളായ ജനങ്ങൾ അവരുടെ അഭിലാഷമായ ആ ഹജ്ജ് നിറവേറ്റാൻ വേണ്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ അവർ ശ്രദ്ധിക്കേണ്ടതായ ധാരാളം കാര്യങ്ങളുണ്ട്. തീർച്ചയായും. അത് അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ഈ കൂടിക്കാഴ്ച. ഹജ്ജ് ഹജ്ജിന്റെ നിബന്ധനകളിൽപ്പെട്ട ഒന്നാമത്തെ നിബന്ധന ഇഹ്റാം ചെയ്യുക എന്നതാണ്. ഇഹ്റാം ചെയ്യേണ്ടത് എവിടെ വെച്ചിട്ടാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. വളരെ കാലികവും അവസരോചിതവുമായ ഒരു ചർച്ചയാണ് ഇത് എന്നതിൽ സംശയമില്ല. ഇപ്പോൾ ആളുകളൊക്കെ ഹജ്ജിന് യാത്ര തുടങ്ങി. പലരും അടുത്ത ദിവസങ്ങളിൽ യാത്ര പോകാനിരിക്കുകയാണ്. ഹജ്ജിൻ്റെ ഫർളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഫർളാണ് ഇഹ്റാം ചെയ്യുക എന്നത്. ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിയ്യത്താണ്. നവൈത്തുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല. അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഹജ്ജ് നിർവഹിക്കുവാൻ കരുതി, അതുകൊണ്ട് ഇഹ്റാം ചെയ്തു എന്ന് മനസ്സിൽ കരുതലാണ് ഇഹ്റാം എന്ന് പറയുന്നത്. ഈ ഇഹ്റാം ചെയ്യുന്നതിന് ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട്, മീഖാത്തുണ്ട്. മീഖാത്ത് രണ്ട് വിധമാണ്: മീഖാത്ത് സമാനിയി, മീഖാത്ത് മക്കാനിയി. സമാനിയി എന്ന് പറയുമ്പോൾ സമയം പരിഗണിക്കണം. ഹജ്ജിന് ഇഹ്റാം ചെയ്യാനുള്ള സമയം ഷവ്വാൽ 1 മുതൽ ദുൽഹിജ്ജ 10 വരെയുള്ള ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും ഹജ്ജിന് ഇഹ്റാം ചെയ്യാവുന്നതാണ്. എന്നാൽ മക്കാനിയായ മീഖാത്തുണ്ട്. ഇഹ്റാം ചെയ്യാൻ നിശ്ചയിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് മക്കാനിയായ മീഖാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മക്കയിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇഹ്റാം ചെയ്യാനുള്ള സ്ഥലം മക്ക തന്നെയാണ്. മക്കയിൽ നിന്ന് ഇഹ്റാം ചെയ്ത് അവർക്ക് ഹജ്ജ് ചെയ്യാവുന്നതാണ്. എന്നാൽ മദീന ഭാഗത്തിലൂടെ വരുന്ന ആളുകൾ, മദീനയിൽ നിന്ന് ഹജ്ജിന് വരുന്ന ആളുകൾ ദുൽ ഹുലൈഫ എന്ന് പറയുന്ന മീഖാത്തുണ്ട്. അതിന് അബിയാർ അലി എന്ന് ഇന്ന് വ്യാപകമായി പറയും. ആ സ്ഥലത്ത് വെച്ചാണ് മദീനക്കാരായ ആളുകൾ ഇഹ്റാം ചെയ്യേണ്ടത്. എന്നാൽ സിറിയയിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന്, മൊറോക്കോയിൽ നിന്ന്, ഇത്തരം ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ജുഹ്ഫ എന്ന് പറയുന്ന ഒരു മീഖാത്ത്, അത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് അല്ലെങ്കിൽ ബദറിലേക്കൊക്കെ പോകുന്ന മറ്റൊരു വഴിയുണ്ട്. ആ വഴിയിലാണ് ജുഹ്ഫ എന്ന് പറയുന്ന മീഖാത്ത്. അവിടെ വെച്ചാണ് ഇഹ്റാം ചെയ്യേണ്ടത്. എന്നാൽ യമൻ താഴ്വരയിലൂടെ വരുന്ന ആളുകളാണെങ്കിൽ, ഇപ്പോൾ പഴയ കാലത്തൊക്കെ കപ്പൽ മാർഗത്തിൽ ഇന്ത്യയിൽ നിന്നൊക്കെ ഹജ്ജിന് പോകുമ്പോൾ അവരുടെ മീഖാത്ത് യലംലമാണ്. ഫ്ലൈറ്റ് മാർഗത്തിൽ പോകുമ്പോൾ ചില ഫ്ലൈറ്റുകളൊക്കെ യലംലം വഴിയാണ് പോകുന്നത്, ചിലത് ആ റൂട്ടല്ല, ത്വായിഫ് വഴി പോകുന്ന അവിടെ ഒരു മീഖാത്തുണ്ട്, കർണുൽ മനാസിൽ, ആ വഴിയാണ് പോകുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ യലംലം വഴി പോകുമ്പോൾ അവരുടെ മീഖാത്ത് യലംലം എന്ന് പറയുന്ന മീഖാത്താണ്. അതുപോലെ റിയാദിൽ നിന്ന് റിയാദിൻ്റെ ഭാഗത്തുള്ള യമനുണ്ട്, ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് കർണുൽ മനാസിൽ, അതായത് ത്വായിഫ് വഴി വരുമ്പോൾ മക്കയിലേക്ക് വരുമ്പോഴുള്ള ഒരു വേള, മക്കയിൽ നിന്ന് ഏറ്റവും അടുത്ത മീഖാത്തും കൂടെയാണ് കർണുൽ മനാസിൽ. ആ കർണുൽ മനാസിൽ വെച്ചാണ് അവർ ഇഹ്റാം ചെയ്യേണ്ടത്. എന്നാൽ ഇറാഖ് പോലത്തെ, ജോർദാൻ പോലത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ, ജോർദാന്, ലബനാന്, ഫലസ്തീന്, പഴയ കാലത്ത് മശ്രിഖിൽ നിന്ന് വരിക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ
ഫലസ്തീനിൽ നിന്നും അതുപോലെ ജോർദാനിൽ നിന്ന്, ലബനാനിൽ നിന്ന്, ഇറാഖിൽ നിന്ന് ഈ ഭാഗത്തുനിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ദാത്തു ഇറക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീഖാത്തുണ്ട്. അവിടെ വെച്ചാണ് അവർ ഇഹ്റാം ചെയ്യേണ്ടത്. ഇങ്ങനെ ഈ നിശ്ചയിക്കപ്പെട്ട മീഖാത്തിൽ വെച്ചോ അല്ലെങ്കിൽ ആ മീഖാത്തിൻ്റെ മുന്നിൽ നിന്നോ ആയിരിക്കണം. ഇപ്പം മീഖാത്ത് കടന്നു പോകുന്ന ആളുകൾ മീഖാത്ത് എത്തുന്നതിൻ്റെ മുമ്പ് അവരുടെ നാട്ടിൽ നിന്നാകാം, വീടുകളിൽ നിന്നാകാം, എവിടെ നിന്നും ഇഹ്റാം ചെയ്യാം. വീടുകളിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്ത് പോകലാണ് അഫ്ളൽ എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്.